ക്വസ്റ്റ്യനിൽ എന്താണ് ആകെ 950 പേഴ്സൺ ഉണ്ട്. അതിൽ 750 ആളുകൾക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്, 460 ആളുകൾക്ക് മാംഗോ ജ്യൂസ് ഇഷ്ടമാണ്. അതിന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതായത് ആപ്പിൾ ജ്യൂസും മാംഗോ ജ്യൂസും രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അത് കണ്ടുപിടിക്കണം. അതുപോലെ ആപ്പിൾ ജ്യൂസ് മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, മാംഗോ ജ്യൂസ് മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. അതിൽ ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള 950 ആയിരിക്കും. ഈ ഒരു സർക്കിൾ, ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് എ, അതെന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് ലൈക്ക് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ 460 എന്ന് പറയുന്നത് മാംഗോ ജ്യൂസ് ലൈക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇത് മൂന്ന്, പിന്നെ നടുക്കെന്ന് പറയുന്നത് ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ജസ്റ്റ് സി എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ A+B+C 950 ആണല്ലോ. അപ്പോൾ അത് നമ്മളൊരു ഇക്വേഷനായിട്ട് ജസ്റ്റ് എഴുതി വയ്ക്കുക. പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് അതായത് A+C, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? 750 വരുന്നത്. അതായത് ഇത് 750 എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് ലൈക്ക് ചെയ്യുന്നവർ, സി എന്ന് പറയുന്നത് രണ്ടും ലൈക്ക് ചെയ്യണവർ. അപ്പോൾ അതിലെന്തായാലും ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? A+C എന്ന് പറയുന്നത് 750 ആണ്, നമ്മൾ എവിടെ എഴുതി. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് B+C എന്ന് പറയുന്നത് 460 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയിട്ടുള്ള A+B+C = 950 നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 750 + B = 950, ബിയുടെ വാല്യൂ 200 കിട്ടും. രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A+460 = 950, എയുടെ വാല്യൂ 490 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എയുടെയും ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ ഇക്വേഷൻ തന്നെ ഇതിലിപ്പോൾ ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമില്ലല്ലോ, പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത്? സിയുടെ വാല്യൂ 750 - 490 എന്ന് വരും. സിയുടെ വാല്യൂ 260 എന്ന് കിട്ടി. അപ്പോൾ ഈ ABC ആണ് നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സി എന്ന് പറയുന്നതാണ് നമുക്ക് രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ, എ എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ, മാംഗോ ജ്യൂസ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂൾ, DMSൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണല്ലോ ഇത് വരുന്നത്, സീരീസ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് 2 മൊഡ്യൂൾ കവർ ചെയ്തോളൂ. ചില കോളേജുകളിൽ 2.5 മൊഡ്യൂൾ ആക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സെക്ഷനുള്ള ഒരു വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.